ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6 എന്താ ചോദിച്ചിരിക്കുന്നത്? കണ്ടക്ടിവിറ്റി ഓഫ് എ ഫോട്ടോ ഡയോഡ് സ്റ്റാർട്ട്സ് ചേഞ്ചിങ് ഓൺലി if the wavelength of incident light is less than 600 nanometer. The band gap of photodiode is found to be x by 8 electron volt. Then the value of x. Conductivity of photodiode starts changing only if the wavelength less than 600 nanometer. Yes. ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റ് ഇങ്ങനെയാണ്. അതായത് നമ്മൾ ഡ്യുവൽ നേച്ചറിൽ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താ? ഒരു മെറ്റൽ സർഫസിലേക്ക് ഡ്യുവൽ നേച്ചറിൽ പഠിച്ചു, അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറയാം. ഒരു മെറ്റൽ സർഫസ്, ഇങ്ങനെ ഒരു മെറ്റൽ സർഫസ്, ഈ മെറ്റൽ സർഫസിലേക്ക് ഇപ്പോൾ ഒരു ലൈറ്റ് വന്ന് വീഴുന്നു. അപ്പൊ ലൈറ്റിന്റെ എനർജി കാരണം, അല്ലെ, വന്ന് വീഴുന്ന ലൈറ്റിന്റെ എനർജി കാരണം എന്ത് പറയാം നമുക്ക്? അവിടെ നിന്ന് ഇലക്ട്രോൺ ഇജക്ട് ചെയ്യുമെന്നും എന്നിട്ട് അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താ? ഈ വന്ന് വീഴുന്ന ലൈറ്റിന്റെ എനർജി അബ്സോർബ് ചെയ്തിട്ട്, വന്ന് വീഴുന്ന ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റിന്റെ എനർജി അബ്സോർബ് ചെയ്തിട്ട് എന്താ അവിടുത്തെ കോവാലൻ ബോണ്ട്, അല്ലെ, കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്നും കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്നും അതുപോലെ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ റീജനറേഷൻസ് ഒക്കെ നടക്കുമെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ ആൻഡ് റീകോമ്പിനേഷൻ ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇത് ഏത് കോൺസെപ്റ്റിലാണ് നമ്മൾ പഠിക്കുന്നത്? എന്നിട്ട് അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും എന്നൊക്കെ പഠിക്കുന്നുണ്ട്. ആരുടെ കേസിലാണ്? ഫോട്ടോ ഡയോഡിന്റെ കേസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് അവിടുത്തെ പ്രിൻസിപ്പിൾ. അപ്പൊ ഇവിടെ നമ്മുടെ കോൺസെപ്റ്റ് എന്താണ്? കണ്ടക്ടിവിറ്റി ഓഫ് എ ഫോട്ടോ ഡയോഡ് സ്റ്റാർട്ട്സ് ചേഞ്ചിങ് ഓൺലി ഇഫ് ദ വേവ് ലെങ്ത് ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ഈസ് ലെസ് ദാൻ 600 നാനോമീറ്റർ. ഇവിടെ കണ്ടക്ടിവിറ്റി നടക്കണമെങ്കിൽ നമുക്കറിയാം, നിങ്ങൾ പഠിക്കുന്നുണ്ട് കണ്ടക്ഷൻ ബാൻഡ് അതുപോലെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും കൺസിഡർ ചെയ്താൽ അവർക്കിടയിൽ എനർജി ഗ്യാപ്പ് ഉണ്ടെന്ന് പഠിക്കുന്നുണ്ട്. അപ്പം ഒരു ഇലക്ട്രോൺ കണ്ടക്ട് ചെയ്യപ്പെടണമെങ്കിൽ, അവിടുന്ന് ജമ്പ് ചെയ്ത് പോകണമെങ്കിൽ ഈ എനർജി ഗ്യാപ്പ് കടർന്ന് ജമ്പ് ചെയ്ത് പോകണം, എന്നാലേ അവിടെ കണ്ടക്ടിവിറ്റി ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഈ വന്ന് വീഴുന്ന ലൈറ്റിന്റെ, അല്ലെ, അങ്ങനെയല്ലേ പഠിക്കുന്നത്? ഇവിടെ നമ്മൾ ആ എനർജി ഗ്യാപ്പ് ചാടിക്കടന്ന് പോവുകയും വേണം, എന്നാലേ അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? വന്ന് വീഴുന്ന ലൈറ്റിന്. പക്ക. അപ്പൊ വന്ന് വീഴുന്ന ലൈറ്റിന്റെ എനർജിക്കാണ് അതിന്റെ ഉത്തരവാദിത്വം ഇതിനെ ചാടിക്കാൻ. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ എനർജി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്, വന്ന് വീഴുന്ന ലൈറ്റിന്റെ എനർജി ഓഫ് ലൈറ്റ്, ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു എനർജി ഗ്യാപ്പ് എന്ന് പറയാൻ പറ്റും. ക്ലിയർ? ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആണോ? ഇത് മനസ്സിലായോ? അപ്പൊ ഈ വന്ന് വീഴുന്ന ലൈറ്റിന്റെ എനർജി അതിനോട് ആ എനർജി ഗ്യാപ്പുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ ഒബ്വിയസ്ലി അവിടെ കണ്ടക്ഷൻ നടക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. അപ്പൊ എനർജി ഗ്യാപ്പിനെ ഞാൻ എഴുതാൻ പോവാണ്. എനർജി ഗ്യാപ്പ് EG വിച്ച് ഈസ് ഈക്വൽ ടു എനർജി ഓഫ് ലൈറ്റ്. അത് കാണാൻ നമുക്ക് ഇക്വേഷൻ ഏതെടുക്കാം? H nu E is equal to H nu. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. H nu അല്ലെങ്കിൽ HC/λ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ? അപ്പൊ നമുക്ക് അറിയാവുന്ന വാല്യൂസ് ഒക്കെ കൊടുക്കാം. H തന്നിട്ടുണ്ട്, എത്രയാ? 6.6 into 10⁻⁻34, C 3 into 10⁸ ജൂൾ ഡിവൈഡഡ് ബൈ ലാംഡ. വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, എത്രയാ? 660 നാനോമീറ്റർ ആണ്. സോ 660 into 10⁻⁻9 എന്ന് കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? യെസ്. HC/λ. ഇനി ശ്രദ്ധിച്ചു നോക്കണം. നമുക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഇത് ജൂളിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ എനർജി ഞാൻ എഴുതിയിരിക്കുന്നത് ജൂളിലാണ്. നമുക്ക് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? ഇലക്ട്രോൺ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യണം. ആണോ? ഇലക്ട്രോൺ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്താ വാല്യൂ? വിച്ച് ഈസ് ഈക്വൽ ടു 6.6 into 10⁻⁻34 into 3 into 10⁸ divided by 660 into 10⁻⁻19 into എന്തെടുത്താൽ മതി? 1.6 into 10⁻⁻19 കൂളാം. ക്ലിയർ ആണെന്ന് വിചാരിക്കും.
യെസ്, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ വാല്യൂ 15/8 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ്. അതാണ് x/8 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടും 15 എന്ന് കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ആ കോൺസെപ്റ്റ് എന്ന് അറിഞ്ഞിരുന്നാൽ മതി. ബാക്കി ഇക്വേഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂസ് ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രോൺ വോൾട്ടിലോട്ട് കൺവേർഷൻ മറന്നു പോകരുത്. താങ്ക് യു സോ മച്ച്.